MS ടേസ്റ്റ് ടച്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ഒരു മസാല ഷവായി ചിക്കനാണ്. ഇതൊരു സിമ്പിളായിട്ടുള്ള ചിക്കൻ റെസിപ്പിയാണ്. ഇതിനുവേണ്ടി ആദ്യം ഒരു മസാല തയ്യാറാക്കാം. 12 കാശ്മീരി മുളകും 3 വറ്റൽ മുളകും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളമൊഴിച്ച് ഇതൊന്ന് കുതിരാനായി വെക്കണം. 10 മിനിറ്റൊക്കെ വെച്ചാൽ മതിയാകും. ഇതിനായി 1 കിലോ തൂക്കം വരുന്ന ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. കത്തി കൊണ്ട് ഇതിൻ്റെ എല്ലാ ഭാഗത്തേക്കും ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കാം. ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ ചെയ്യണം. മസാലയൊക്കെ നല്ലപോലെ ഇതിലേക്ക് പിടിക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് 15 ചെറിയ ഉള്ളിയും 10 അല്ലി വെളുത്തുള്ളിയും 1.5 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു കഷ്ണം ഇഞ്ചിയും ഒരു തക്കാളി അരിഞ്ഞതും ഒരു പിടി മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 3 ടേബിൾ സ്പൂൺ വിനാഗിരിയും പിന്നെ നമ്മൾ കുതിർത്തി വെച്ച മുളകും ഇതിലേക്ക് ചേർക്കാം. വെള്ളത്തോടു കൂടി തന്നെ ചേർക്കണം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. നന്നായിട്ട് അരച്ചെടുത്ത് ചിക്കനിലേക്ക് ചേർക്കാം. ഈ അരപ്പ് നന്നായിട്ട് പുരട്ടി കൊടുക്കണം. എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് പുരട്ടണം. ചെറിയ ചിക്കനാണ് നല്ലത്. 1 കിലോയ്ക്ക് വെയിറ്റ് വരുന്ന ചിക്കൻ എടുത്താൽ മതി. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനായി വെക്കാം. 4 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായി വെക്കണം. ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് വെക്കുന്നത്. ഇനി അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കാം. മസാലയൊക്കെ പിടിച്ച് ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കിതൊരു കുക്കറിലേക്ക് വെക്കാം. ഈ അരപ്പും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇനി കുക്കർ അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 3 വിസിൽ വരുന്നത് വരെ വേവിക്കണം. ഇപ്പോൾ 3 വിസിൽ വന്ന് പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ചിക്കൻ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർക്കാം. ബട്ടറൊക്കെ ഇപ്പോൾ നന്നായി മെൽറ്റായിട്ടുണ്ട്. ഇനി ഈ ചിക്കൻ ഇതിലേക്ക് വെച്ച് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്തതാണ്. അപ്പോൾ അധിക സമയമൊന്നും ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വന്നാൽ മതി. ഇപ്പോൾ ചിക്കൻ ഫ്രൈ ആയിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഈ പാനിലേക്ക് തന്നെ ചിക്കൻ വെന്ത ഗ്രേവി ഒഴിച്ചു കൊടുക്കാം. ഇത് നന്നായിട്ട് തിളച്ച് വറ്റി വരണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കാം. ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഈ ചിക്കൻ വെച്ച് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് ഈ ഗ്രേവി ഒഴിച്ചു കൊടുക്കണം. ഇനി അധിക സമയം ഇത് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അരപ്പൊക്കെ ഒന്ന് കുറുകി ഇതിലേക്ക് പിടിച്ചു വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഷവായി ചിക്കൻ തയ്യാറായി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനു മുമ്പ് ഈ ഗ്രേവി കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്ക് ചിക്കൻ വെക്കാം. ഇനി കുറച്ച് ഗ്രേവി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഗാർണിഷിനായിട്ട് കുറച്ച് മല്ലിയില ചേർക്കാം. നല്ല ടേസ്റ്റിയായ മസാല ഷവായ് ചിക്കനാണിത്. ഇതിൻ്റെ കൂടെ വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല.
അത്യാവശ്യം ഗ്രേവിയൊക്കെ ഇതിൽ തന്നെ ഉണ്ട്. പൊറോട്ട, നാൻ, കുബൂസ്, ചപ്പാത്തി അതിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്